ഇന്ന് നമുക്ക് ക്യൂട്ടായ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കിയാലോ? വായോ, വാലന്റൈൻസ് ഡേ കഴിഞ്ഞാലും മദേഴ്സ് ഡേക്കോ ഫാദേഴ്സ് ഡേക്കോ എന്തിന് സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ തന്നെ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കാനേ. ഈ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റിന് പ്രത്യേക ഒരു ഇതില്ലേ, കാരണം കടയിൽ നിന്ന് വാങ്ങുന്ന ഗിഫ്റ്റിന് പകരം നമ്മൾ തന്നെ സമയമെടുത്തുണ്ടാക്കുന്ന ഗിഫ്റ്റുകൾക്ക് വേറെ ഒരു ഫീലുണ്ടല്ലോ. അതൊരിക്കലും പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല, കുറച്ച് വളഞ്ഞ് കട്ട് ചെയ്തതായിരിക്കും, ഗ്ലൂ പുറത്തേക്ക് വന്നിട്ടുണ്ടാകും, ഹാൻഡ് റൈറ്റിംഗ് പോലും നീറ്റായിരിക്കില്ല. പക്ഷെ അതൊക്കെ ആവാം ഇത് കൂടുതൽ സ്പെഷ്യലാക്കാനുള്ള കാരണങ്ങൾ. കാരണം കടയിൽ നിന്ന് ആർക്കും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം, പക്ഷെ ഒരാളിനായി ഇരുന്ന് എന്ത് കളറ് വെക്കണം, എന്തെഴുതണം എന്നാലോചിച്ച് സമയമെടുത്തുണ്ടാക്കുന്നത് അതെല്ലാവരും ചെയ്യില്ല. ഞാൻ +1 പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്നിരുന്ന ഫ്രണ്ട് അവൾ റാൻഡമായി ചെറിയ പേപ്പറിൽ എന്തെങ്കിലും എഴുതിത്തരും. വലിയ കോട്ട്സൊന്നും അല്ല. അന്നത് വായിച്ച് ചിരിച്ച് ബാഗിലെടുത്ത് വെക്കും. അന്നത് വലിയ കാര്യമായി തോന്നിയിരുന്നില്ല. ഇന്നും ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഞാനതെടുത്ത് വായിക്കുമ്പോഴും ആ പഴയ ക്ലാസ് റൂമും ബെഞ്ചും ആ ടൈമും ഞങ്ങൾ ഒരുമിച്ചിരുന്ന സമയവും ഒക്കെ എനിക്ക് ഓർമ്മ വരാറുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു ചെറിയ പേപ്പർ, ഒരു ചെറിയ ലൈന്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ ഗിഫ്റ്റ് കുറേ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതേ പഴയ സമയത്തേക്ക് കൊണ്ടുപോകാം. അതിൽ നമ്മൾ ഒരുപാട് വലിയ വേർഡ്സ് ഒന്നും വേണമെന്നില്ലെന്നേ, ഒരു ചെറിയ നോട്ട് മതി. കാരണം ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ ഓർക്കുന്നത് വലിയ ഗിഫ്റ്റൊന്നും കൊണ്ടല്ല, അവർ നമുക്ക് വേണ്ടി ചെയ്ത ചെറിയ എഫേർട്ടുകൾ കൊണ്ടാണ്.